എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. കൂലിപ്പണിക്കാരൻ രാജൻ, തൃശ്ശൂരിൽ നിന്നൊരു പണിക്കാരനെ കിട്ടി വാർക്കപ്പണിക്ക്. ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. എന്തെല്ലാം ആക്ഷേപമാണ് അതിൻ്റെ ഭാഗമായി സൈബർ ഇടങ്ങളിൽ ഉണ്ടായത്. ഞാനൊരു കാര്യം എൻ്റെ പത്രസമ്മേളനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും പറയട്ടെ, ഏതെങ്കിലും വിധത്തിൽ നൗഫലിനെ സാമൂഹ്യ മാധ്യമങ്ങളിലോ അല്ലാതെയോ ആക്രമിക്കാവുന്ന ഒരു പണിക്കുമാരും മുതിരരുത്. ഞങ്ങൾ പറഞ്ഞാലും മുതിർന്നു എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു പണിക്കുമാരും മുതിരരുത്. നൗഫൽ ഒരു ദുരന്തബാധിതനായിട്ടുള്ള മനുഷ്യനാണ്. അയാൾക്ക് വികാരപരമായ വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അദ്ദേഹത്തെ ആക്രമിക്കാവുന്ന ഒരു പണിയും ആരും ചെയ്യരുത് എന്ന് ഞാൻ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ ഒരു ദുരന്തബാധിതന്റെ ഹൃദയം തകർന്ന വാക്കുകൾക്ക് ചൂളമടിച്ചും താളമിട്ടും ഉറക്കെ പരിഹസിച്ച് ചിരിച്ചും നിൽക്കുന്നവർ ഏത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് എന്ന് എനിക്ക് വളരെ ഗൗരവമായി തോന്നേണ്ടതുണ്ട്. എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. കൂലിപ്പണിക്കാരൻ രാജൻ, തൃശ്ശൂരിൽ നിന്നൊരു പണിക്കാരനെ കിട്ടി വാർക്കപ്പണിക്ക്. ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. PC ജോഷിയുടെയും രാജേഷ് റാവുവിൻ്റെയും P കൃഷ്ണപിള്ളയുടെയും ഒക്കെ സ്മരണകൾ അടങ്ങുന്ന ഈ പാർട്ടി ഓഫീസിൽ നിന്ന് എന്നെ മന്ത്രിയായി ചുമതലപ്പെടുത്തി പറഞ്ഞു വിട്ട് 5 വർഷം കഴിഞ്ഞ് കയറി വരുമ്പോൾ മുതലാളി രാജൻ എന്ന പേര് കേട്ടില്ലല്ലോ. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറയുന്നതിൽ ആത്മാഭിമാനമുള്ളയാളാണ് ഞാൻ എന്ന് ആവർത്തിച്ച് വികാരപരമായി തന്നെ പറയണം എന്നാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് ആ കൂലിപ്പണിക്കാരൻ്റെ ഹൃദയവികാരങ്ങളും വേദനകളും അറിയുന്ന തൊഴിലാളികളുടെയും കൂലിപ്പണിക്കാരുടെയും ഒക്കെ വേദനകൾ അറിയുന്ന ഒരു മണ്ണിൽ നിന്ന് വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ അഭിമാനകരമായിട്ടുള്ളൊരു സമ്മാനമായി സുഹൃത്തുക്കളിൽ നിന്ന് അത് ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, എന്നെ നികൃഷ്ടനാക്കാനോ എന്നെ തള്ളിപ്പറയാനോ വേണ്ടിയാണല്ലോ കൂലിപ്പണിക്കാരൻ്റെ പേര് ഉപയോഗിച്ചത്. അപ്പോൾ കൂലിപ്പണിക്കാരനെ കുറിച്ച് ഈ പറയുന്നവൻ്റെ സങ്കല്പം എന്തായിരിക്കും? ഓരോരുത്തരുടെയും സംസ്കാരത്തിനും ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും ചേർന്ന വിധത്തിൽ അങ്ങനെ പറയുന്നതിൽ ഒരു പ്രശ്നവും എനിക്കില്ല. വളരെ അഭിമാനത്തോടെ ഞാൻ അത് ഏറ്റെടുത്തതായി സവിനയം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ സൈബർ ഇടത്തിൽ ആക്രമണം പാടുന്നു. മന്ത്രി ആരാണ്? നാടകം കളിച്ച ആളാണോ? മന്ത്രി ആരാണ്? രാജാവാണോ? മന്ത്രി ആരാണ് ഇതിന്റെ മുകളിൽ കയറി പ്രവർത്തിക്കാൻ? മന്ത്രിക്ക് നടക്കാനും കയറാനും പറ്റുന്ന ഇടങ്ങൾ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്.